ഗായ്സ്, തറവാടി ഗെയിമറിൻ്റെ അടുത്തൊരു തറവാടി വീഡിയോ കാണാൻ എല്ലാ തറവാടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ 6 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ സേവ് ആയിട്ട് അടിച്ച് തിരികെ എന്നിട്ട് മഴ മാത്രം മാറിയിട്ടില്ല ഗായ്സ്. നശിച്ച മഴ. മൈൻക്രാഫ്റ്റ് പ്രളയം ഉണ്ടാവുമോ ഗൈസ്? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തായിപ്പോയാലോ. അതാ എനിക്കിടയ്ക്ക് ഈ നാവ് വഴുതിപ്പോവും ഗൈസ്. ഞാൻ ഇവിടെ എന്നൊക്കെ കിട്ടും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എനിക്ക് നമ്മൾ റിയൽ ടൈം, അതായത് ലൈഫിൽ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ, പക്ഷേ എനിക്ക് ഈ റെക്കോർഡ് ചെയ്യുന്ന നേരം അങ്ങനെ എനിക്ക് ഇടയ്ക്ക് നാവ് വഴുതിപ്പോവാന്നല്ലേ പറയുക. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? നാവ് തെറ്റിപ്പോവുക, നാവ് ഉളുക്കി പോവുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയാം കേട്ടോ ഗൈസ്. എൻ്റെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കമൻറ്റ് ഗായ്സ്, കമൻറ്റ്. നമുക്ക് മീനിനൊക്കെ തച്ചു വന്നാൽ അതിന് തിന്നലേ എന്നാൽ ഇനി അതേ ഉള്ളൊരു വഴി ഗായ്സ്. അപ്പോൾ 3 പശു, എൻ്റെ 3 ഫുഡാണ് ഗൈസ്. നമുക്ക് അത്യാവശ്യത്തിന് മറ്റേ ഇതില്ലേ, എന്താ ആ സഞ്ചി അല്ല, അതിനിപ്പോൾ എന്താ പറയുക? മൈൻക്രാഫ്റ്റ് അതിനെന്തോ ഒരു പേരറിയാം. ഷൾക്കർ മാറ്റി നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറേജ് സാധനം ഉണ്ടാക്കാൻ ലെതറും പിന്നെന്താ ഗ്രാവലായിരുന്നു തോന്നുന്നു വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് ലെതറുണ്ട്. ഗ്രാവൽ പിന്നെ ഒക്കെ ഇവിടുന്ന് പോകുന്നേരം കിട്ടും. അതവിടെ എനിക്ക് ചെറിയ എങ്ങനെ ലാഗ് അടിക്കുന്നുണ്ട്. ഒന്നാമത് മഴ, അതിൻ്റെ ഒരു വിഷയമുണ്ട് ഗൈസ്. ഈ രാത്രി മഴയാണെങ്കിൽ നമ്മളിവിടെ വെന്തുരുകയാണ്. ഞമ്മ നാട്ടിലിപ്പോൾ എന്താല്ലേ പൊക്കയിന്ന് അർത്ഥത്തിൽ. ഞാൻ വന്നു, അത് ശരി, ഞാൻ ചുറ്റിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയോ? ഞാൻ നേരത്തെ വീണുപോയ കേവല്ലേ? അപ്പം ഇതിലാണ് ഞാൻ വന്നത്. ഓക്കെ, ഈ മഴ കഴിഞ്ഞിട്ട് ഞാൻ ബോട്ട് സവാരിക്ക് ഇറങ്ങണം ഗൈസ്. മഴ ഇപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഉറങ്ങി എണീച്ചാലേ നിൽക്കൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ഇതിന് എന്താ വെച്ചാൽ, ഈ ഐലൻഡ് ഞാൻ ഏകദേശം ഒരു 3-4 തവണ ചിലപ്പോൾ ചുറ്റിയിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാവായിട്ട് വയ്ക്കും. എന്തായാലും എനിക്ക് ഐലൻഡല്ല, എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, ആർക്കറിയാം. ഒരു ഡോഗിനെ കിട്ടിയതിനെ നമുക്ക് അതിന് പെറ്റാക്കായിരുന്നു. പിന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ഒരാളായി. നമ്മളേവനെങ്കിലും തൊട്ടാൽ അങ്ങ് കടിച്ച് കീറും ഗൈസ്. റിയൽ ലൈഫിലും എനിക്ക് നായിനെ വാങ്ങണം എന്നുള്ള ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല. നമുക്ക് മൈൻക്രാഫ്റ്റിൽ സെറ്റാക്കാം. കടൽ കടന്ന് മാത്തുക്കുട്ടി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നീന്തിപ്പോകും. അതാകുമ്പോൾ മഴ അധികം അറിയാൻ വേണ്ട. എന്നാൽ പിന്നെ നമുക്ക് അത് അലമ്പാണല്ലോ. നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. ഇവിടെ എനിക്ക് എന്തോ ഒരു എനിക്ക് നമ്മളെ ഷീറ്റിലതില്ലേ സ്പീഡായിരുന്നു അത്. അതുമാതിരി തോന്നുന്നു. ഐലൻഡാണത്. ശരി, ഇതിങ്ങനെ കുഞ്ഞൊരു ഐലൻഡ് എന്നും പറയാൻ മാത്രമൊന്നുമില്ല. അത് ഇടയ്ക്കെങ്കിലും ഗൈസ്. നമ്മളെ റിയൽ ലൈഫിലെ പോലെ തന്നെ കേട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റിലും നമുക്ക് വെള്ളത്തിനടിയിൽ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ നോക്കിയേ, പുറത്തെത്തിയാൽ ഒന്ന് ലോഡാകാൻ കുറച്ച് എടുക്കുക. അതാ കേൾക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മാതിരി ഗൈസ്, ഞാൻ നമ്മുടെ മ്യൂസിക് അതങ്ങ് ലേശം കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്വൈര്യം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് ഭയങ്കര വെറുപ്പിക്കലാണ് ഗൈസ്. എനിക്കത് രാത്രി ഇതാണ് ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് രാത്രി ആയാൽ അറിയില്ല. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഡേ 7 എന്ന ശുഭമുഹൂർത്തത്തിലേക്ക് കടന്നിരിക്കുന്നു ഗുയ്സ്. ഇതും ഞാൻ മിക്കവാറും വന്ന തന്നെയായിരിക്കും.
ചാട 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 ഹിഹി ക്രീപ്പർ 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 മാമ ഞാൻ പോണ് മാമ. ഇപ്പോൾ പൊട്ടിത്തെറിച്ച് അതൊരുമാതിരി വൃത്തിയായിട്ട സ്വഭാവമാണ് ഗൈസ് ക്രീപ്പറിന്. ഞാനും ജീവിക്കണ്ട ഇഞ്ചും ജീവിക്കണ്ട, ഈ ഒരു ടൈപ്പ് ചിന്താഗതിയാണ് ക്രീപ്പറിന്. ഞാനൊന്നും സത്യത്തിൽ അങ്ങനെയല്ല. ഗൈസ് നമുക്കിവിടെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് മെല്ലെ ബോട്ടിലുള്ള യാത്ര തുടങ്ങാം. നമുക്ക് ഇടയ്ക്ക് പിന്നെ മാവ് ഇതായിപ്പോകുന്ന വിഷയമുണ്ട്. ഗൈസ് 2 ഷീപ്പുണ്ട്, അതിനെ ഞാൻ തല്ലിക്കൊല്ലാം. ചവട ചവട മുനുസേ നീരാട്ട് കഴിഞ്ഞു. ഇതൊരു കടലാണ്, കടലൊന്നല്ല, അപ്പുറം ഐലൻഡാണ്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഇവിടെ വെച്ച് ഒരു ബോട്ട് ഉണ്ടാക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ബോട്ടുണ്ട്, സാധനം ബോട്ട് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇത് പൊട്ടിച്ചെടുക്കാം. കയറാം. തുഴഞ്ഞു തുഴഞ്ഞു ചെല്ലാൻ പറ്റാത്ത നാളുകളിൽ. ശരി, ഇത് കഴിഞ്ഞോ? ഈ ഇച്ചിരി ദൂരത്തിന് വേണ്ടിയാണോ ഞാൻ ഇത്രയും തുഴഞ്ഞെത്തിയത്? അക്കേഷ്യ ബയോ, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ബയോ. അക്കേഷ്യ ബയോയിലൊരു വില്ലേജസിനെ എനിക്ക് ഇഷ്ടമല്ല. അത് ഇതിൽ ഒരു വൃത്തിയായിട്ട വില്ലേജസാണ്, കാണാൻ ഒരു ഭംഗിയില്ല. കടൽ കടന്നൊരു തറവാടിയ ഗെയിമർ, അങ്ങനെയുണ്ട് ക്യാപ്ഷൻ. എനിക്ക് ഷീൽഡ് ഉള്ളതിനെ കൊണ്ട് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ലേ. വഴി ഉണ്ടാക്കാം. പിന്നെ അതെന്താ എടുത്ത് കളയുക? ഇത് വേണ്ട, എടുത്തുണ്ടാക്കാം. ഇത് നമുക്ക് തുഴയാം. നിങ്ങൾക്കും കാഴ്ചകളെല്ലാം കാണാം, എനിക്കും ഇപ്പം നല്ല വൃത്തിക്ക് കാണാം. ഓം തിത്യകഥാരികതൃതൈ, മറ്റേതില്ലേ ജിംഖാന ഉണ്ടോ? കിട്ടില്ലം പടം. ഞാനും എൻ്റെ ഏട്ടനും കൂടി പോയി കണ്ടു ഗൈസ്. ബേസിക്കലി ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇളയത്. യെസ് ഗൈസ്, നമ്മളിപ്പോൾ ഈ കടലെത്തുക പറയുമ്പോഴത്തേ ഇവന്മാർക്ക് എന്താ ഗൈസ്, ബാംഗ്ലൂർ. ഓക്കെ, ഇതിങ്ങനെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ഹൈ, കഴിഞ്ഞോ? ഇല്ല ഗൈസ്, ഇങ്ങോട്ട് വഴിയുണ്ട്. നമുക്ക് ഈ ചെറിയ ചെറിയ ആമസോൺ കാട്ടിലൊക്കെ ഉള്ള ആദ്യത്തെ വഴി കൂടെ പോവാം. നൈസ് ആയിരിക്കും. ഹൈഷ്, ഇത് പൊളിക്കാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ എപ്പോഴാട്ടോ അറിയുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ ഒരു വില്ലേജിൽ എത്തിപ്പെട്ടു എന്ന്. ഞാൻ വെറുതെ അവിടെ വരെ എത്തിച്ചത്. നായ്ക്കള്. തിരിച്ചു പോകാം ഗൈസ്. അത് ശരി, പൊട്ടിച്ച സാധനമൊക്കെ ഇപ്പോൾ കിട്ടുമല്ലേ? നമുക്ക് പൊട്ടിച്ചിടുക, എന്നിട്ട് എടുക്കാണ്ട് പോവാ. എടുക്കാൻ സ്ഥലത്ത് എൻ്റെ കയ്യിൽ സ്റ്റോറേജും ഇല്ല. നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് പോയാലോ? മനസ്സിന് ഇവിടെ എന്തോ നല്ലതുണ്ട്. അതാണല്ലോ എനിക്ക് നേരത്തെ ഒരു വില്ലേജ് ഉള്ള പോലെ തോന്നിയത് ഇത്. അതിപ്പോൾ ഫുഡിന് ക്ഷാമമില്ലല്ലോ. ഇപ്പം എന്താ അടുത്ത് കളയുക?
ആ ഷീൽഡ് കൈ പിടിച്ചാൽ പോരെ. നമ്മൾ ഈ നടക്കുന്നവരെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ക്രീപ്പറൊക്കെ എവിടുന്നാ വരാൻ പറയാൻ പറ്റില്ല. സോ ബിവെയർ ഓഫ് ക്രീപ്പർ. ഗൈസ് വെറുതെ നിൽക്കുന്ന നേരം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ ബട്ടൺ ഞെക്കിയാൽ. പക്ഷേ നമുക്കതൊരു അച്ചീവ്മെൻ്റാണ്, എല്ലാമാണ്. നമുക്ക് വലിയൊരു യൂട്യൂബർ ആവാമല്ലോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ PS5 അൺബോക്സിങ് വീഡിയോ, ന്യൂ PC ബിൽഡിങ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ ഇടാലോ. ഇത് നിനക്ക് ചെയ്യുക ഗൈസ്. എൻ്റെ ഈ ബഡ്സ് ഇടയ്ക്ക് ഇങ്ങനെ ഊരിപ്പോകുന്നു, അതാണ് ഇങ്ങനെ ഇങ്ങനെ സൗണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്തായാലും അന്ന് തിരികെ വെക്കുന്നതാണ്. അത് ഗൈസ് ഇനിയിപ്പോൾ 4ാമത്തെ എപ്പിസോഡ് ഇന്ന് തന്നെ ഇറക്കണം. ഒന്ന് തന്നെ ഷൂട്ട് ചെയ്യുക, ഒന്ന് തന്നെ ഇറക്കുക. അതാണ് നമ്മളൊരു സ്കീം. കാരണം വേറെ ഇപ്പോൾ ആരും ചെയ്തു തരാനില്ലല്ലോ ഗൈസ്. ഒറ്റ സെക്കൻഡേ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഏട്ടൻ വിളിച്ചിട്ട് ഒന്ന് താഴ്ത്തു പോയി ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓഡിയോ ക്വാളിറ്റിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇത്ര നേരം ഞാൻ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ താഴെ മുകളിൽ എനിക്കിപ്പോൾ പറയുന്ന ഒരു എക്കോ ഒന്നും ഇല്ലാത്ത മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഹലോ ഹലോ ഹൂയ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോയെന്ന് പറയണേ ഗൈസ്. അങ്ങനെയാണ് നോക്കിയിട്ട് ഡെയിലി താഴെ നോക്കാമല്ലോ. നല്ലൊരു ക്ലച്ചായിരുന്നു അത്, പക്ഷേ അത് നേരം നിന്നില്ല. ശേ കിട്ടി. കണ്ട ചളി വെള്ളത്തിലെല്ലാം ഇറങ്ങിയിട്ട് അമീത് വരും. നമ്മുടെ ഹാർഡ് കോർ സീരീസ് കഴിയുമോ ഗൈസ്? നമുക്ക് ഈ ആട്ടിൻ്റെ ഇറച്ചി കുറച്ച് തന്നാൽ അതാണല്ലോ സീക്രട്ട് ഓഫ് തോമ. അടുത്തുമ്മ ഗൈസ്. ഇതിപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഡേ 8. അത് കഴിഞ്ഞാൽ 2 ദിവസം ഓടിക്കഴിഞ്ഞാൽ ഡേ 10 എന്ന് പറയുന്ന നമ്മളൊരു മാജിക് നമ്പറിലേക്ക് നമ്മൾ എത്തും ഗൈസ്. എന്താ ഇത്, ലാവാ പൂളാണോ ഇത്? അതെ ഗൈസ്, ഇവിടെ കണ്ടോ ഒരു വെളിച്ചം. ഇതല്ല, നമുക്ക് ഈ ബക്കറ്റിൽ ഇതെല്ലാം എടുത്ത് വെക്കാം. ആരും വിളിച്ചോട്ടെ. ഒരു ബക്കറ്റ് ലാവ. നമുക്ക് മാക്സിമം മുന്നോട്ട് പോവാം. ഇപ്പം എന്തായാലും കിടക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ കിടക്കാം. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ. അതായത് സൂര്യനൊക്കെയാണ്. അതാ സൂര്യൻ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അതപ്പതിക്കാരണം വേറെ അർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ ഈ അർത്ഥത്തിലല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ അസ്തമിക്കുന്നുള്ള രീതി പറഞ്ഞു, ഞാനൊരു അയ്യ രീതി പറഞ്ഞു. ഇനി അതിനർത്ഥം കണ്ടുപിടിച്ചിട്ട് അടിക്കല്ലേ പ്ലീസ്. അല്ലാഹു അക്ബർ ഉമ്പൽ, വെറുതെ അവിടെ പോയി അടി വാങ്ങണ്ട. സ്കെലിട്ടണോ അത്? സ്കെലിട്ടണോ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. അയ്യോ അയ്യോ ഗൈസ്, അയ്യോ ഗൈസ് നമ്മുടെ ഹാർഡ് കോർ ഉമ്പി എത്രയായിരുന്നു? 100 ദിവസം.
10 ദിവസം എന്ന മാജിക് നമ്പർ.